ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് കാണുന്നത് ഡബിൾ ബിസൈഡ് യുവിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. നിങ്ങൾ ഈ ഡ്രാമ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മുന്നേയുള്ള എപ്പിസോഡുകൾ കാണാനായി ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ലൈക്കാണ് നമ്മുടെ വീഡിയോയ്ക്ക് ഒരുപാട് റെക്കമെൻഡേഷൻസ് തരുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ നമ്മളെ ഹീറോയിൻ ആണെങ്കിൽ അമ്മയുടെ അടുത്ത് അമ്മ ഞാൻ ഡേറ്റിന് പോവുകയാണെന്ന് പറയുന്നുണ്ട്. അമ്മയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് പറയും. അത് കേൾക്കുന്ന ഹീറോയിൻ ആണെങ്കിൽ ഷോക്കായിട്ട് എനിക്ക് ഇതുവരെ അയാളെ ഇൻട്രൊഡ്യൂസ് പോലും ചെയ്തു തന്നില്ല, പിന്നെ അങ്ങനെ കല്യാണമെന്ന് പറയുന്നു പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് അയാൾക്കും നിങ്ങളെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ, അയാളുടെ ജോലി അങ്ങനത്തെ ആയിപ്പോയി, തിരക്കാണ്, അതുകൊണ്ടാണ് ഫ്രീ ആകുമ്പോൾ നിന്നെ വന്ന് കോളേജിൽ കണ്ടോളാന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. എന്തിനാ അമ്മ അദ്ദേഹത്തെയൊക്കെ കോളേജിൽ വിടുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് നിന്നോട് പറയാൻ വിട്ടു, നിൻ്റെ കോളേജിൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം എന്ന് പറയും. എന്നിട്ട് അപ്പോഴേക്കും കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് അമ്മയാണെങ്കിൽ ഡോർ തുറക്കാൻ പോകും. ആ സമയമാണ് നമ്മുടെ ഹീറോയിൻ ഒരു കാര്യം ഓർമ്മ വരുന്നത്. അന്ന് ക്ലാസ്സിലുള്ള പിള്ളേരൊക്കെ അവൻ കോളേജ് പ്രസിഡൻറ്റിൻ്റെ മോനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവനാണോ ആള് എന്ന് വിചാരിച്ചിട്ട് അമ്മ ഡോർ തുറക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോവും. ആ സമയം അമ്മ ആ ഡോർ തുറന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഹീറോ തന്നെ ആയിരിക്കും ആ ഒരു എൻട്രി വന്നിട്ടുണ്ടാവുക. അവനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ നോക്കി ചിരിക്കുന്നുണ്ട്. പക്ഷെ അവക്കാണെങ്കിലും ദേഷ്യവും സങ്കടവും എന്താണെന്നറിയാൻ പറയാൻ വയ്യ. അമ്മയാണെങ്കിലും അവനെ വീടിനകത്തോട്ട് വിളിച്ച് എന്ത് വേണം എന്നുള്ളതെല്ലാം നോക്കി ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നുമില്ല. എന്നിട്ട് അമ്മ പറയുന്നുണ്ട് ഇവൻ നമ്മുടെ വീട് വന്ന് കാണണം, നിന്നെ കാണണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചു, അതുകൊണ്ടാണ് ഞാൻ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന്. ഇത് കേൾക്കുന്ന ഹീറോയിനാണെങ്കിൽ ദേഷ്യം വരും. അമ്മയ്ക്ക് ഇയാളെപ്പറ്റി എന്തറിയാം, ഇവൻ എന്ത് മോശപ്പെട്ട വ്യക്തിയാണെന്ന് അറിയാമോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും. ആ സമയം അമ്മയാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് കരയാൻ തുടങ്ങും. എൻ്റെ മോക്കാണെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് വേറെ ആരെ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ നിന്നെ എൻ്റെ മോനെ പോലെ കാക്കണം എന്നെല്ലാം ഞാൻ വിചാരിച്ചാണ്, പക്ഷെ എൻ്റെ മോക്ക് നിങ്ങളെ ഇഷ്ടമല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്. ഇതിലേക്ക് നമ്മുടെ ഹീറോ ആണെങ്കിൽ അഭിനയിക്കുന്നുണ്ട്. ഞാനും നല്ലൊരു ബന്ധമാണ് ആഗ്രഹിച്ചത്, പക്ഷേ ഇവൾക്ക് എന്നെ ഇഷ്ടമല്ല, ഞാനിങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും മാറി മാറി കരയുന്നുണ്ട്. ദിവസം ഹീറോയിൻ സിന്നിൻ്റെ അടുത്ത് അവളുടെ കൂട്ടുകാരിയുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിൻ്റെ സഹോദരനാണോ ഇനി അവൻ എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ നടന്നു പോകുന്നത് നമ്മുടെ ഹീറോയിൻ കാണും. അവളും പിറകെ ഓടിപ്പോയി. അപ്പോഴേക്കും അവൻ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. തിരിഞ്ഞു നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അങ്ങനെ നിൽക്കും. അവനാണെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഇവനെന്ന് എന്ത് സുന്ദരനായിരിക്കുന്നു എന്നെല്ലാം അവൾ മനസ്സിൽ പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഹീറോയിൻ പുറത്തു വരുമ്പോൾ അവിടെ ഹീറോ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ നിൻ്റെ ബ്രദറാവുന്ന എനിക്ക് ഇഷ്ടമല്ലല്ലോ അല്ലേ എന്ന്. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ അമ്മയോട് പറ എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല എന്ന്. അപ്പോൾ അവളാണെങ്കിലും പറയും ഇതൊന്നും എന്നെക്കൊണ്ട് സാധിക്കത്തില്ല, കാരണം എൻ്റെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകുമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ യുവാനെ കുറേ ബുക്കുകളും കൊണ്ട് നടന്നു വരുന്നത് കാണുമ്പോൾ അവൾ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് മൊത്തം ബുക്കും തറയിൽ തള്ളിയിടുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടിനും കൂടെ അങ്ങനെ ഓരോന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കും. അവരിങ്ങനെ ക്ലോസ് ആയിട്ട് വരും. അവർ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് അവർക്ക് എന്തോ ഒരു വല്ലാത്ത നെഗറ്റീവ് ഫീൽ തോന്നുന്നത്. എന്താ അങ്ങനെ തോന്നുന്നു, ആരോ നമ്മളെ ഇങ്ങനെ നോക്കിയിട്ടിരിക്കുന്ന പോലെ തോന്നില്ലേ, ഏതോ ഒരു ബാഡ് മാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നോക്കുമ്പോൾ അവരുടെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ഹീറോ ഇരുന്ന് അവരെയും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയിന് ദേഷ്യം, നിനക്കെന്താ ഇവിടെ കാര്യം, ഒന്ന് എഴുന്നേറ്റ് പോടാന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ യുവാനാണ് ചോദിക്കും ഇത് നിൻ്റെ ആരാണെന്ന്. ഫ്രണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഫ്രണ്ടൊന്നും അല്ല, ഇതെൻ്റെ ബ്രദറാണെന്ന് പറയുമ്പോൾ ഒരു സംശയത്തോടെ ബ്രദറോ എന്ന് ചോദിക്കും. അത് എൻ്റെ അമ്മ കല്യാണം കഴിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഇവൻ എൻ്റെ ബ്രദറാണെന്ന് പറയും. അവനാണെങ്കിലും ശരി ഓക്കെ നൈസ് ടു മീറ്റ് യു എന്ന് പറഞ്ഞ് ഷേക്കൻഡ് കൊടുക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവന് കൈ കൊടുക്കത്തുണ്ടാവില്ല. അത് കാണും നമ്മുടെ ഹീറോയിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ഹീറോ എൻ്റെ അടുത്ത് പറയും നിങ്ങൾ ബാസ്കറ്റ്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റൻ അല്ലേ, നിങ്ങളുടെ ആ ഒരു പ്രോഗ്രാമെല്ലാം ഞാൻ കാണാറുണ്ട്, നിങ്ങളെ കണ്ട് ഞാൻ ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ടുണ്ട്, നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്കൊരു മാച്ച് വെച്ചാലോ പരസ്പരം എന്ന്. അവനാണെങ്കിലും ഞാൻ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൾ ചോദിക്കുന്നു നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്, ഞങ്ങളുടെ ഇടയിലോട്ട് നീ എന്തിനാ വരുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത് നീ അവനെ അടിച്ചതിന് നിൻ്റെ കൈയും കാലൊക്കെ ഓടിക്കേണ്ടതായിരുന്നു, പക്ഷെ പാവല്ലേ എന്ന് കരുതി വെറുതെ വിട്ടിരിക്കുകയാണെന്ന് പറയും. അത് കേൾക്കുന്ന നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഒരു ഡൗട്ട് വരും, എൻ്റെ അടുത്തുള്ള പ്രതികാരം വീട്ടാനാണോ ഇവരെ നമ്മുടെ യുവാൻ്റെ കൂടെ കൂട്ടുകൂടുന്നതെന്ന്. എന്നിട്ടാണെങ്കിൽ അടുത്ത ദിവസത്തെ മാച്ചാണ് കാണുന്നത്. മാച്ചാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയും അവൻ്റെ ഫ്രണ്ട്സുമാണ് ഒരു ടീം, മറ്റൊരാണെങ്കിൽ നമ്മുടെ യുവാൻ്റെ ടീമായിരിക്കും. അങ്ങനെ മാച്ചിൽ അവസാനം നമ്മുടെ ഹീറോയുടെ ടീമാണ് ജയിക്കുന്നത്. ആ സമയം യുവാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് മാച്ച് നടത്തുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് നിൻ്റെ ഫ്രണ്ട്സിനും ഞങ്ങളുടെ
ഗ്രൂപ്പിൽ ചേർന്നാലോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, മാനേജറായിട്ട് നമ്മുടെ ഹീറോയിൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ചേരാൻ വേണ്ടി റെഡിയാണെന്ന് പറയും. ഓ, നമ്മുടെ ടീമിന് ഒരു മാനേജർ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു എന്ന് നമ്മുടെ യുവാനൻ പറയുന്നുണ്ട്. എന്നിട്ട് അവൾക്ക് സമ്മതമാണോ എന്നുള്ളത് ചോദിക്കാം. അവൾക്ക് സമ്മതമാണെന്നുണ്ടെങ്കിലല്ലേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. എന്നിട്ട് നമ്മുടെ യുവാൻ തന്നെ അവളുടെ അടുത്ത് മാനേജർ ആവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ വേണ്ടാന്നാ പറയാൻ പോകുന്നത്. അവളാണെങ്കിൽ ഡബിൾ സന്തോഷത്തിൽ ഓക്കെ പറയുന്നുണ്ട്. അവൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റും ആ ഒരു തീരുമാനം എടുത്തതാണ്. അടുത്ത ദിവസം നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളുടെ അടുത്ത് ജ്യൂസ് എടുത്തിട്ട് വാ, എൻ്റെ ടവൽ എടുത്തിട്ട് വാ, എൻ്റെ ഷൂ എടുത്തിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും അവളെ ഡിപ്പെൻഡ് ചെയ്ത് അവളെ ടോർച്ചർ ചെയ്യുന്നുണ്ടായിരിക്കും. അവളാണെങ്കിൽ ഒരുവിധം തളർന്നൊരിടത്തിരിക്കും. ആ സമയം നമ്മുടെ സിന്നും ഫ്രണ്ടും വന്നിട്ട് പറയുന്നുണ്ട്, അവൻ വന്ന് സ്കൂളിൽ പഠിക്കുമ്പോഴേ ബാസ്കറ്റ്ബോൾ ടീമിലുണ്ടായിരുന്നു, എന്നിട്ട് കോച്ചിനെ തന്നെ അടിച്ചതിൻ്റെ പേരിൽ അവനെ ആ ഒരു ടീമിൽ നിന്ന് പുറത്താക്കിയതാണെന്ന്. ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോയിനും ഇവൻ എത്ര മോശപ്പെട്ടവനാണെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. അവിടേക്ക് നമ്മുടെ യാങ്പിൻ വരുന്നുണ്ട്. നിങ്ങൾ പറയുന്നതൊക്കെ തെറ്റാണെന്നും പറഞ്ഞുകൊണ്ട് അവ അത്രയ്ക്ക് മോശപ്പെട്ട ആളൊന്നുമല്ല, അന്ന് അവ ആ ഒരു സംഭവം നടക്കാനുള്ള കാരണം തന്നെ എന്താണെന്ന് നിനക്ക് അറിയാമോ എന്ന് പറഞ്ഞിട്ട് സത്യാവസ്ഥ പറയാണ്. കോച്ചാണെങ്കിൽ നമ്മുടെ യാങ്പിന്നെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നുണ്ട്. മണ്ടൻ എന്നെല്ലാം പറഞ്ഞ് ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് കാണുന്ന നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇഷ്ടപ്പെടാതെയാണ് കോച്ചിനെ അടിക്കുന്നത്. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം അവൻ്റെ കൂടെ എപ്പോഴും ഇരിക്കുന്നത് എന്താണെന്ന് അറിയാമോ, ഒരു പ്രസിഡൻറ്റിൻ്റെ മോനായതുകൊണ്ടൊന്നും അല്ല, അവന് അത്രയും നല്ലൊരു വാല്യുബിൾ പേഴ്സൺ ആയതുകൊണ്ടാണെന്ന് പറയും. ഇതൊക്കെ കേൾക്കുന്ന ഹീറോയിനാണെങ്കിൽ അവൻ അത്രയ്ക്കും മോശപ്പെട്ട ഒരാളല്ല എന്നൊക്കെ തോന്നുന്നുണ്ട്. ഹീറോ വീണ്ടും അവൾക്ക് ജോലികൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവളാണെങ്കിലും അവൻ പറയുന്ന സാധനങ്ങളെല്ലാം ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് വീണ്ടും ആ മറ്റേ പെൺകുട്ടി അവളെ വലിച്ച് തള്ളിയിടുന്നുണ്ട്. നിനക്കിത് എന്തിൻ്റെ കേടാ, നിനക്ക് എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ ഒരിക്കൽ പറഞ്ഞതല്ലേ എൻ്റെ രാജകുമാരൻ്റെ പിറകെ നീ നടക്കാതെന്ന്, നീ എന്തിനാ വീണ്ടും അവൻ്റെ പിറകെ പോകുന്നതെന്ന് ചോദിക്കും. നിൻ്റെ ലെറ്റർ ഞാൻ തിരിച്ച് തന്നതല്ലേ എന്ന്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഡൗട്ടാവും, എന്ത് ലെറ്റർ നീ എനിക്ക് തന്നോ, എപ്പോൾ തന്നെന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ ലെറ്റർ അല്ലേ ഞാൻ പ്രിൻ്റ് എടുത്ത് അവിടെ നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചിരുന്നതെന്ന് പറയും. അത് കേൾക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയിൻ തെറ്റിദ്ധരിച്ചു എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. ഇവളായിരുന്നു അല്ലേ ആ ശരിക്കും ആ നോട്ടീസ് ഒട്ടിച്ചതെന്ന് അവൾക്ക് ഓർമ്മ വരുന്നത്. നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു ലീഷാങ് എന്ന് അവൾ ചോദിക്കും. അവൾ നിനക്ക് എന്നെ പറ്റി അറിയത്തില്ല, ഞാൻ നീ വിചാരിക്കുന്ന പോലെ അത്ര നല്ലവളൊന്നുമല്ല, ഞാൻ വളരെ മോശപ്പെട്ട ആളാണെന്ന് പറഞ്ഞിട്ട് അവളുടെ ഫ്രണ്ട്സിനെ വെച്ചിട്ട് നമ്മുടെ ഹീറോയിനെ പിടിച്ചു വെച്ചിട്ട് നിൻ്റെ മുടിയല്ല ഞാനിപ്പോൾ കത്തിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ലൈറ്റർ എടുത്ത് കത്തിക്കാൻ നിൽക്കും. ഇത് കാണുന്ന ഹീറോയിനാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ച് നിൽക്കും. ആ സമയം ആരോ ഒരു ബക്കറ്റ് വെള്ളം കോഴി നമ്മുടെ ലീഷാങ്ങിൻ്റെ തലയിൽ കൂടെ ഒഴിക്കുന്നുണ്ട്. അവളാണെങ്കിൽ ആ സമയം നിനക്കിന്ന് ഭാഗ്യമുണ്ടടി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൾ പോയതിന് ശേഷം ആ വെള്ളം ഒഴിച്ച ആളാണെങ്കിൽ നമ്മളെ ഹീറോയിനെ വന്നിട്ട് ഹഗ് ചെയ്തിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിലും എന്നെ രക്ഷിക്കണേ എന്ന് കിടന്ന് കരയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ നമ്മുടെ ഹീറോ ഒരു ബോൾ എടുത്ത് ആ ഒരാളുടെ പുറത്തൂടെ എറിയുന്നുണ്ട്. അയാളും തിരിഞ്ഞു നോക്കിയിട്ട് പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും. നമ്മുടെ അയാളാണെങ്കിൽ ഓടിപ്പോയി മോനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവൻ്റെ പപ്പ എന്ന് അവളിങ്ങനെ ഉറച്ച് പറയുമ്പോൾ ആ ഒരു പപ്പ എന്നുള്ള വേർഡ് മാത്രമാണ് അയാൾ കേൾക്കുന്നത്. എൻ്റെ മോളിനെ പപ്പ എന്ന് വിളിച്ചതെന്ന് പറഞ്ഞ് വീണ്ടും അവളെ ഹഗ് ചെയ്യാൻ വേണ്ടി ഓടിപ്പോകുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇടയിലോട്ട് കയറി നിൽക്കുന്നുണ്ട്. അങ്ങനെ അവൾക്ക് കിട്ടേണ്ട ഹഗ് പപ്പയ്ക്കാണ് കിട്ടുന്നത്. അപ്പം പപ്പേനെയും തള്ളിമാരി നിങ്ങൾക്ക് ഇത് എന്തിൻ്റെ കേട്, അവൾ പേടിക്കുന്ന കണ്ടില്ലേ, വെറുതെ എന്തിനാ അവളെ ചുറ്റി ഹഗ് ചെയ്യണമെന്ന് ചോദിക്കും. എന്നിട്ടാണെങ്കിൽ പറയും, പോട്ട് മോളെ നിനക്കറിയോ ഹീറോയ്ക്ക് ഒരു അനിയത്തി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവനാണെങ്കിൽ എൻ്റെ പിറകെ നടന്ന് ചോദിക്കുമായിരുന്നു അവൾക്ക് എത്ര വയസ്സുണ്ട്, അവൾ എവിടെയാണ് പഠിക്കുന്നത്, എത്രയിലാണ് പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടെന്ന്. ഇതൊക്കെ കേൾക്കുന്ന ഹീറോ ആണെങ്കിൽ അവളതൊക്കെ ചോദിച്ചോ ഒന്ന് മിണ്ടാതെ പോവുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ആ ഒരു ബോൾ തൂക്കി വീണ്ടും പപ്പയുടെ തലയിലോട്ട് എറിയുന്നുണ്ട്. ആ സമയം അവിടേക്ക് ഒരാൾ വന്നിട്ട് പ്രസിഡന്റ് നിങ്ങൾ മീറ്റിങ്ങിനല്ലേ വന്നത്, മീറ്റിങ്ങിന് സമയമായി വാ പോവാന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോ എടുത്ത് പറയുന്നുണ്ട്, സോറി ഞാൻ ആളറിയാതെയാണെന്ന് പെരുമാറിയത്, അത് നിങ്ങൾ അടിച്ചത് തെറ്റാണ്, നീ അല്ലാതെ ചെയ്തതെന്നുള്ളത് എനിക്ക് മനസ്സിലായി, അതിന് പകരം നീ എന്നോട് സോറി പറയേണ്ട ആവശ്യമില്ല, നിനക്ക് എന്നെ അടിക്കണമെങ്കിൽ അടിക്കാമെന്ന്. നമ്മുടെ ഞാനാണെങ്കിൽ അവളുടെ കൂടെ ഒരു കോൺസെർട്ടിന് പോകാമെന്ന് പറഞ്ഞിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് അവളുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടി അവളെ നോക്കി പോയിട്ടിരിക്കുകയായിരിക്കും. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഞാൻ നിന്നെ അടിച്ചു കഴിഞ്ഞാൽ നിൻ്റെ പല്ലെല്ലാം പോവും, എന്തേ കുഴപ്പമില്ലേന്ന് ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞ് സാരമില്ല നീ എന്നാലും അടിച്ചോളാൻ പറയും. നീ കണ്ണടച്ച് നിൽക്കാൻ പറയും. അവളാണെങ്കിലും അവൻ പറഞ്ഞത് കണ്ണടച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ഇടിക്കാൻ വേണ്ടി കൈയോങ്ങി വരുന്നവൻ പെട്ടെന്ന് എന്ത് വിചാരിച്ചു എന്ന് അറിഞ്ഞുകൂടാ അവളെ ആണെങ്കിൽ പെട്ടെന്ന് കിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിലും ഒരു ഷോക്കായിട്ട് നിൽക്കും. അവിടേക്ക് നമ്മുടെ യോനും വന്ന് ഇതൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് അവൾ പെട്ടെന്ന് കരഞ്ഞും കൊണ്ട് നീ ഇതെന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് എന്തെങ്കിലും വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് എടുക്കുമെന്ന്. അവളാണെങ്കിൽ വീണ്ടും ബഹളം വയ്ക്കാൻ തോന്നിക്കും. അപ്പോഴാണെങ്കിൽ നമ്മുടെ യോനെ കാണുന്നുണ്ട്. അവനും ചോദിക്കും നിങ്ങളപ്പോൾ സഹോദരങ്ങളല്ലേ എന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, അല്ല നമ്മൾ സഹോദരങ്ങളൊന്നും അല്ല, നീ തെറ്റിദ്ധരിച്ചതാ,
ഭാവിയിൽ ഞങ്ങൾ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സഹോദരങ്ങളായിരിക്കും എന്ന് പറയും. എന്നിട്ട് യുവാൻ്റെ അടുത്ത് നമ്മുടെ ഹീറോ സോറി പറയും. അപ്പോൾ യുവാനാണെങ്കിലും പറയുന്നുണ്ട്, ലവ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അതിന് നീ സോറി പറയേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, എനിക്ക് വീണ്ടും അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടെന്ന്. അത് കേൾക്കും നമ്മുടെ ഹീറോയിനാണെങ്കിൽ താങ്ങാൻ പറ്റാതെ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അവൾ കരയുന്ന കാണും നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ എന്തോ പോലെ ആവും. അവളാണെങ്കിൽ കരഞ്ഞും കൊണ്ട് അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട്. അടുത്ത ദിവസം കോളേജിൽ വെച്ചിട്ട് നമ്മുടെ യുവാൻ വന്ന് അവളുടെ അടുത്ത് മിണ്ടോന്ന് പറഞ്ഞ് അവൾ നോക്കിയിരിക്കുമെങ്കിലും അങ്ങൊരാൾ അവിടെ ഉള്ളതുപോലും മൈൻഡ് ചെയ്യാതെയാണ് അവൻ പോകുന്നത്. അത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അവളുടെ സങ്കടം കണ്ടിട്ട് അവളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും യുവാൻ്റെ അടുത്ത് അവളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അവളുടെ അടുത്ത് പറയാൻ പറയുന്നുണ്ട്, സോറി ഞാൻ മാനേജറായിട്ട് ആ ഒരു മീറ്റിങ്ങിനൊന്നും വരാൻ പറ്റിയില്ലെന്ന്. അപ്പോൾ അവനാണെങ്കിലും നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇതിനെ വരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയും. അത് കേൾക്കുമ്പോൾ അവൾക്ക് കുറച്ചുകൂടെ സങ്കടവും. എങ്കിലും നമ്മുടെ സിന്നാണെങ്കിൽ അവനെ വിടാതെ പിറകെ പോയിട്ട് പറയും, നിന്നെ എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നു, അവളും നിന്നെപ്പോലെ ഒരു ഇരയല്ലേ, അവനല്ലേ അങ്ങനെയൊക്കെ ചെയ്തത്, എന്നിട്ട് നീ എങ്ങനെ അവളെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ നിനക്ക് പറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയും. അത് കേൾക്കുമ്പോഴാണ് നമ്മുടെ സെക്കൻഡ് ഹീറോയ്ക്കാണെങ്കിൽ മനസ്സിലാവുന്നത് അവൻ ചെയ്ത തെറ്റെന്താണെന്ന്. അവനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് വേറെ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല, നമുക്ക് കോൺസെർട്ടിന് പോകാമോ എന്ന് ചോദിക്കുകയാണ്. അവളാണെങ്കിലും ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഒരു കോൺസെർട്ടിന് വേണ്ടിയിട്ട് പട്ടിയെ പോലെ പണിയെടുക്കുകയാണ്. കോൺസെർട്ട് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട്സിൻ്റെ ആണ്. ഹീറോയ്ക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അതിലുള്ള ഒരു ഫ്രണ്ട്സിൻ്റെ കോൺസെർട്ടാണിത്. പിന്നെ അവൻ ഇതൊക്കെ ചെയ്യാൻ കാരണം അവനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ കരഞ്ഞത് മനസ്സിൽ നിന്ന് പോകുന്നില്ല, ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരിക്കുന്നതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഓരോരോ ജോലിയായിട്ട് ചെയ്ത് അവൻ്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ഇതാണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിനും അറിയാം. അവൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും അവൻ്റെ മനസ്സിൽ നിന്ന് അവൾ കരഞ്ഞ ആ രംഗം മായുന്നില്ല. അങ്ങനെ കോൺസെർട്ടിൻ്റെ ദിവസമായി നമ്മുടെ യുവാനാണെങ്കിൽ ഹീറോയിനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ ഹീറോ ആണ് വരുന്നത്. അവനെ കണ്ടിട്ട് മൈൻഡ് ചെയ്ത് നമ്മുടെ ഹീറോ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. ആ സമയമാണ് അവിടെ ഒരു ബോക്സിൽ പടക്കം എല്ലാം വെച്ചിട്ട് ഒരു കിളിയെ മുകളിൽ ഇരുത്തിയിരിക്കുന്നത് നമ്മുടെ ഹീറോ കാണുന്നത്. അവനാണെങ്കിൽ ഓടിപ്പോയി പെട്ടെന്ന് ആ കിളിയെ രക്ഷപ്പെടുത്തിയിട്ട് ആ ബോക്സ് തട്ടിവിടുമ്പോൾ ആ ഒരു ബോക്സ് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതിലവൻ്റെ കയ്യിലും പരുക്ക് പറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു കിളിയെ പറത്തി വിടുന്നുണ്ട്. ആ കിളി പറക്കുന്ന കണ്ട് അവൻ സന്തോഷിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന ഇവനാണെങ്കിലും ഇവൻ അത്ര മോശപ്പെട്ടവനല്ല എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഹീറോ ചോദിക്കും, നീ ഇവിടെ എന്താ ചെയ്യുന്നതിന്? അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, ഞാനിവിടെ കോൺസെപ്റ്റിന് വന്നതാണെന്നുള്ളത്. അപ്പോൾ ഒരു പയ്യൻ വീണ്ടും ഒരു ബോക്സും കിളിയായിട്ട് വരുന്ന കാണുന്ന നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ ആ ബോക്സ് തട്ടിപ്പറിച്ചിട്ട് ഇനി ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് ആ ചെറുക്കനെ ഭയങ്കരമായിട്ട് വരട്ടുന്നുണ്ട്. ഈ ഒരു രംഗം കണ്ടുകൊണ്ടാണ് നമ്മുടെ ഹീറോയിൻ വരുന്നത്. നിനക്ക് എങ്ങനെ മനസ്സിരുന്നു, ഒരു കൊച്ചു കുട്ടിയെ പോലും വെറുതെ വിടുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കാര്യം അറിയാതെ നമ്മളെ ഹീറോയെ വഴക്ക് പറയുന്നുണ്ട്. എൻ്റെ അമ്മ നിനക്ക് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പഠിപ്പിച്ചു തന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനൊന്നും മിണ്ടാതെ അവളുടെ കഴുത്തി കിടക്കുന്ന ഒരു സ്കാർഫിനെ മാത്രം എടുത്തിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് പറയും, നീ ഇന്ന് ഭയങ്കര ഭംഗിയായിട്ടുണ്ട് കേട്ടോ, പിന്നെ കോൺസെപ്റ്റിന് പോയി രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കുമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. കോൺസെപ്റ്റ് തുടങ്ങുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇതെല്ലാം കാണുന്നുണ്ട്. ഹീറോയിനും അവനുമായിട്ട് അടുത്തടുത്ത് നിന്ന് ഓരോന്ന് സംസാരിക്കുന്നത് ആ ഒരു കോൺസെപ്റ്റ് എൻജോയ് ചെയ്യുന്നേക്കാം. അപ്പോഴാണെങ്കിൽ ഗിറ്റാർ വായിക്കുന്ന പയ്യനാണെങ്കിൽ ബോധം കെട്ട് വീഴുന്നുണ്ട്. അപ്പോൾ ആ ഗിറ്റാർ വായിക്കാൻ അടുത്ത ആളായിട്ട് നമ്മുടെ ഹീറോ ഗിറ്റാർ വായിക്കുന്നുള്ളത് കൊണ്ട് അവൻ്റെ അടുത്ത് വായിക്കാൻ പറയാണ്. അവനും ആ ഒരു കോൺഫിഡൻസ് ആയിട്ട് ഗിറ്റാർ വായിക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറുന്നുണ്ട്. പിന്നെ ഇവനാണ് വായിക്കുന്നതെന്ന് ആരും അറിയാതിരിക്കാൻ വേണ്ടി അവനാണെങ്കിൽ ഒരു മാസ്ക് വെച്ചിട്ടാണ് കയറി നിന്ന് വായിക്കുന്നത്. പക്ഷെ അവൻ്റെ കയ്യിൽ ആ ഒരു മുറിവിൽ കെട്ടിയിരിക്കുന്ന സ്കാർഫ് നമ്മുടെ ഹീറോയിൻ്റെതായതുകൊണ്ട് നമ്മുടെ യുവാനും ഹീറോയിനും അവനാണതെന്ന് മനസ്സിലാവുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അവൾക്കാണെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് നടക്കുന്ന സ്ഥലത്ത് അവനും ഹീറോയിനും മാത്രം ഉള്ളതുപോലെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു കോൺസെപ്റ്റ് അവസാനിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരു സ്മൈലിയെങ്കിലും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.